ഹേ ഗായ്സ്, ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. എൻ്റെ പ്രിയപ്പെട്ട +1 അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങളുള്ള വിദ്യാർത്ഥികളെ, റീവാലുവേഷൻ ചെയ്യുമ്പോൾ ഈ കാര്യം അറിയാതെ പോകരുത്. പല കുട്ടികളും തെറ്റിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ ഞാൻ MS സൊല്യൂഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട A to Z കണ്ടന്റ് വീഡിയോസുകളും ലൈവുകളൊക്കെ വരുന്നത് നമ്മുടെ +1 +2 എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലാണ്. ആ യൂട്യൂബ് ചാനലിലൂടെ നേരത്തെ റീവാലുവേഷൻ്റെ 13 മിനിറ്റുള്ള വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ വീണ്ടും കുട്ടികൾ ഒരേ സംശയം ചോദിക്കുന്നത് കൊണ്ടാണ് ആ സംശയത്തെ എടുത്തുകൊണ്ട് ഞാൻ ഈ കാര്യം പറയുന്നത്. റീവാലുവേഷൻ ചെയ്യുമ്പോൾ ഈ കാര്യം അറിയാതെ പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ +1 എന്ന് പറയുന്ന MS സൊല്യൂഷൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ വരുന്ന വീഡിയോസുകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കല്ല കൂട്ടാ. ആയിക്കോട്ടെ, മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് രാത്രി 7 മണിക്ക് MS സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ, ഓക്കെ, ഇന്ന് രാത്രി 7 മണിക്ക് MS സൊല്യൂഷൻസിൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ആപ്ലിക്കേഷൻ്റെ നെയിം ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സ്കൂൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഓൺലൈൻ ബാച്ചും ലോഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ലൈവിൻ്റെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ആ ലൈവിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ആയിക്കോട്ടെ, യെസ്. അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ, റീവാലുവേഷൻ കൊടുക്കുന്ന സമയത്ത് കൊടുത്ത് കഴിഞ്ഞവരുണ്ടോയെന്ന് എനിക്കറിയില്ല. സർ, ഫോട്ടോ കോപ്പിക്ക് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ഫോട്ടോ കോപ്പി ഞാൻ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ റീവാലുവേഷന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി ആദ്യം കൊടുത്ത് അതിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയ ആൻസർ പേപ്പർ വന്നിട്ട് ഞാൻ പിന്നെ മാർക്ക് നോക്കിയിട്ട് പിന്നെ റീവാലുവേഷന് കൊടുത്താൽ മതിയോ? ഇങ്ങനെ പലതരത്തിൽ ചോദിക്കുന്നുണ്ട്. ചോദ്യങ്ങൾ വെറും എന്താ പറയുക, അർത്ഥമില്ലാത്ത ചോദ്യങ്ങളാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫോട്ടോ കോപ്പിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ഫോട്ടോ കോപ്പി നിങ്ങളുടെ കൈകളിലേക്ക് എത്താൻ മിനിമം 2 ആഴ്ച സമയമെങ്കിലും എടുക്കും. അപ്പോഴേക്കൊക്കെ ട്രയൽ അലോട്ട്മെൻറ്റിലെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാവും കേട്ടോ. അതായത് നിങ്ങൾ പഠിച്ച സ്കൂളിൽ, നിങ്ങൾ പരീക്ഷ എഴുതിയ സ്കൂളിലേക്കാണ് ഈ ഫോട്ടോ കോപ്പി എത്തുക. മിനിമം 2 ആഴ്ച, ചിലപ്പോൾ 1 മാസം വരെ സമയം എടുത്തേക്കാം. അത് അവിടുന്ന് ഇങ്ങനെ പോസ്റ്റലായിട്ടാണ് വരിക നിങ്ങളുടെ സ്കൂളുകളിലേക്ക്. അപ്പോഴേക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ 400 രൂപ അടച്ച് തന്നെ റീവാലുവേഷൻ കൊടുക്കുക. പിന്നെ ഫോട്ടോ കോപ്പി നിങ്ങളുടെ ഫോട്ടോ കോപ്പിക്ക് മാത്രമായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ചില ആൾക്കാർക്ക് പൈസ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ റീവാലുവേഷന് 400 രൂപ കൊടുക്കണം. അത് കൊടുത്താൽ മാർക്ക് കൂടുമല്ലേന്നൊന്നും അറിയില്ല. പക്ഷേ എനിക്കൊന്ന് നോക്കേണ്ട, ഫോട്ടോ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് തന്നെ ഒന്ന് സ്വയം കൂട്ടി നോക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്ന കുട്ടികൾക്കോ, അല്ലെങ്കിൽ ഞാൻ എഴുതിയ ആൻസർ പേപ്പർ എനിക്ക് എല്ലാ കാലത്തേക്കും സൂക്ഷിച്ചു വെക്കാലോ എന്നാഗ്രഹമുള്ളവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യാറുണ്ട്. സോ ഫോട്ടോ കോപ്പിക്ക് മാത്രമായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങളുടെ കൈകളിലേക്ക് നിങ്ങൾ എഴുതിയ ആൻസർ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് കിട്ടും. ഒരു പ്രിൻ്റ് എടുത്ത പോലെ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങൾക്ക് കൂട്ടി നോക്കിയിട്ട് മാർക്കിൽ വ്യത്യാസമുണ്ടെങ്കിൽ, അതായത് മാർക്ക് കൂടുതലാണെങ്കിൽ, നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ മാർക്ക് കൂടുതലാണെങ്കിൽ നിങ്ങളത് അക്ഷയ ത്രൂ ICT സെല്ല് വഴി അത് പരാതി കൊടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അത് വലിയ സംഗതികളൊന്നുമല്ല. നിങ്ങൾക്ക് അയച്ചതുപോലെ തന്നെ തിരിച്ച് ഈ ഒരു പരാതി കൊടുക്കുന്നു. ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അവരത് റീചെക്ക് ചെയ്തിട്ട് മാർക്ക് കൂട്ടിയിട്ട് തരും. ഓക്കെ, മാത്രമല്ല അത് ടീച്ചറിൻ്റെ പ്രശ്നമാക്കിയിട്ട് കൂട്ടുകയും ചെയ്യും. അതൊന്നും കുഴപ്പമില്ല. അതൊന്നും അവരെ എഫക്റ്റ് ചെയ്യുന്ന പരിപാടിയല്ല. നിങ്ങൾക്ക് അങ്ങനെ ICT സെല്ലിൽ പരാതി കൊടുക്കാൻ പറ്റും. ആ പ്രോസസ്സൊക്കെ കഴിയുമ്പോഴേക്ക് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അതുകൊണ്ട് ഇത് ശരിക്കും ഒരു അഴിമതി എന്ന് ഒറ്റയടിക്ക് വേണമെങ്കിൽ പറയാം. കാര്യം ശരിക്കും ഫോട്ടോ കോപ്പി വന്നിട്ട് കുട്ടികളെ സ്വയം വിലയിരുത്തിയിട്ട് ഒരു സമയമൊക്കെ കൊടുത്തിട്ടായിരുന്നു അലോട്ട്മെൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ കാലാകാലങ്ങളിലായിട്ട് ഇതേ പ്രയാസം, ഇതേ ഒരു പ്രശ്നം ഞാൻ എന്ത് ചെയ്യാറുണ്ട്? ഗവൺമെൻറ്റിനെതിരെ സംസാരിക്കാറുണ്ട്. പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാറില്ല. ടീച്ചേഴ്സും അതിനെതിരെ അത്ര അങ്ങോട്ട് സംസാരിക്കാറുമില്ല. അതാരും അത്ര ബോധേടാക്കാറില്ല. ഞാൻ പറഞ്ഞല്ലോ, ശരിക്കും പറഞ്ഞാൽ പൈസ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും കുട്ടികളുടെ ഭാഗത്താണ് ന്യായം. ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്ത് ആ ഫോട്ടോ കോപ്പി കയ്യിൽ കിട്ടിയിട്ട് അതിനുശേഷം മാർക്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താനുണ്ടെങ്കിൽ അത് പിന്നീട് പരാതി കൊടുത്തിട്ട് അത് മാറ്റിയിട്ടൊക്കെ വേണം. ആ ഒരു സമയം, ഒരു ഗ്യാപ്പ് കൊടുക്കണമായിരുന്നു. പക്ഷേ നിലവിൽ നമുക്ക് ഗ്യാപ്പിനെ കുറിച്ച് സംസാരിക്കാൻ സമയമില്ല. കഴിഞ്ഞ വർഷങ്ങളിലും അതിൻ്റെ 10 വർഷങ്ങളിലൊക്കെ ഈ പരിപാടി ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഫോട്ടോ കോപ്പി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, റീവാലുവേഷൻ വേണ്ടവർക്ക് അത് കൊടുക്കാം, 2 വേണ്ടവർക്ക് അതും കൊടുക്കാം. പക്ഷേ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? സ്ക്രൂട്ടിനിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ, ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും കുറേ ആലോചിച്ചിട്ട് വേണം ഫോട്ടോ കോപ്പിക്ക് വേണോ റീവാലുവേഷന് കൊടുക്കണോ എന്ന് തീരുമാനിക്കാൻ. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലെങ്കിൽ
നിങ്ങൾ ഫോട്ടോ കോപ്പിക്കും അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ റീവാലുവേഷനും അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആൻസർ പേപ്പർ നിങ്ങളുടെ കൈകളിലുണ്ടാവും. ഇനി ഫോട്ടോ കോപ്പി വേണ്ട, ടീച്ചേഴ്സ് കൂട്ടട്ടെ, എവിടെയെങ്കിലും കൂട്ടി കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ പോട്ടെ എന്ന മൈൻഡിലാണെങ്കിൽ നിങ്ങൾ റീവാലുവേഷൻ കൊടുത്താൽ മതി. എന്തൊക്കെയാണെങ്കിലും പൈസ കൊടുത്താലേ ഈ പരിപാടികളൊക്കെ നടക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യാൻ പറ്റൂല, എഡിറ്റ് ചെയ്യാനും പറ്റൂല. ഇതും കൂടി നിങ്ങൾ അറിയണം. റീവാലുവേഷൻ കൊടുക്കുന്നവർ അറിയണം. നിങ്ങളിപ്പോൾ ഒരു റീവാലുവേഷന് 2 സബ്ജക്റ്റ് കൊടുത്തു, 8 A+ ഉണ്ട്, അല്ലെ ഒരു 7 A+ ഉണ്ട്. നിങ്ങൾ 2 സബ്ജക്റ്റ് റീവാലുവേഷൻ കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ സബ്ജക്റ്റും കൂടി കൊടുത്താളാം, 3 കൊടുക്കാൻ പറ്റുമല്ലോ. പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഒറ്റ തവണ മാത്രമേ റീവാലുവേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ അപ്ലൈ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് തോന്നുകയാണ്, നിങ്ങൾ അപ്ലൈ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് തന്നു, ആ പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ് ഈ വിഷയം കൂടി ഒന്ന് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഒറ്റ തവണ മാത്രമേ റീവാലുവേഷന് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ സ്ക്രൂട്ടണി എന്നുള്ള പരിപാടി നിങ്ങൾ നോക്കേണ്ടത് ആരും അങ്ങനെ കൊടുക്കാറില്ല. ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വയം മാർക്കും കാര്യങ്ങളൊക്കെ കൂട്ടി നോക്കാം. ഓക്കെ, അവിടെയും പ്രശ്നമുണ്ട്. കാര്യം നിങ്ങൾ കൂട്ടിയിട്ടുള്ള മാർക്കല്ല. പൊതുവേ ചെയ്യുന്നത് അറിയോ, അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഫോട്ടോ കോപ്പിക്ക് അപ്ലൈ ചെയ്യും. എന്നിട്ട് ഒരു ഗവൺമെൻറ് സ്കൂളിലെ അധ്യാപകൻ്റെ കയ്യിൽ കൊണ്ടു കൊടുക്കും, ഇതിന് എത്ര മാർക്ക് കിട്ടുമെന്ന് ചോദിക്കും. അപ്പോൾ അയാൾ പറയുന്ന മാർക്ക് നിൻ്റെ നീ എഴുതിയ ആൻസർ പേപ്പറിൽ ഉള്ളതിനേക്കാൾ മാർക്ക് കിട്ടണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പരാതിപ്പെടാം. കാര്യം ഒരു ഗവൺമെൻറ് ടീച്ചർ അതിന് സാക്ഷിയാണ്. ഓക്കെ, യെസ്. അപ്പോൾ റീവാലുവേഷൻ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. 3 സബ്ജക്റ്റുകൾ മാത്രമേ കൊടുക്കാൻ കഴിയുള്ളൂ, 4ാമത്തെ സബ്ജക്റ്റ് കൊടുക്കാൻ കഴിയില്ല. IT എന്ന് പറയുന്ന വിഷയത്തിൽ A+ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോക്കിയിട്ട് കാര്യമില്ല, IT-ക്ക് റീവാലുവേഷൻ ഇല്ല. ഇതൊക്കെ ഞാൻ IT-യുടെ എക്സാമിൻ്റെ സമയത്ത് ആ ഒരു ജനുവരി ഫെബ്രുവരി സമയത്ത് ഞാൻ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട്. IT ഒറ്റത്തവണ പരീക്ഷയാണ്, അതൊരു ഓൺലൈൻ പരീക്ഷ പോലെയാണ് ഉണ്ടാവുക. അതിനെന്തില്ല, റീവാലുവേഷൻ ഇല്ല, ഫോട്ടോ കോപ്പി ഇല്ല, സ്ക്രൂട്ടണി ഒന്നും തന്നെ ഇല്ല. ഇനി കുട്ടികൾ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഗ്രേസ് മാർക്ക് ലഭിച്ച കുട്ടികൾക്ക് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഗ്രേസ് മാർക്ക് ഇല്ലാതെയാണോ അയക്കുക, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് IT ഒഴികെയുള്ള 9 വിഷയങ്ങളിൽ ഏത് വിഷയത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് റീവാലുവേഷൻ അപ്ലൈ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഒരു കുട്ടിക്ക് മാത്സിൽ A ഗ്രേഡാണുള്ളത്. മാത്സിൽ A ഗ്രേഡാണ് ഒരു കുട്ടിക്കുള്ളത് കേട്ടോ. മാത്സിൽ A ഗ്രേഡാണ് ഒരു കുട്ടിക്കുള്ളത്. മേ ബി ആ കുട്ടിയുടെ മാർക്ക് എന്ന് പറയുന്നത് 68 മാർക്കായിരിക്കാം. പക്ഷേ ആ 68-ൽ ഒരു എന്താ പറയുക, ഈ 68 മാർക്ക് എന്ന് പറയുന്നത് ഗ്രേസ് മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടുള്ള മാർക്കാണെന്ന് കൂട്ടുക. ഇപ്പോൾ ഗ്രേസ് മാർക്ക് ഇതിലേക്ക് ആഡ് ചെയ്തത് ഒരു 10 മാർക്കാണെങ്കിൽ ബാക്കി 58 മാർക്ക് കുട്ടി ഉണ്ടാക്കിയ മാർക്കാണെന്ന് കൂട്ടിക്കോ. ഈ വിഷയത്തിന് റീവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പേപ്പറിൽ എത്ര മാർക്കാണുള്ളത്, 58 മാർക്കാണുള്ളത്. ആ ടീച്ചർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ 58 എത്ര ആയിട്ട് മാറിയിട്ടുണ്ട്, 60 മാർക്കാക്കിയിട്ട് മാറിയിട്ടുണ്ട്. ഇനി റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ ഈ നേരത്തെ കൊടുത്ത ഗ്രേസ് മാർക്കിൻ്റെ ഒരു 10 മാർക്കില്ലേ, ആ 10 മാർക്ക് കൂടി ഇതിൽ ആഡ് ചെയ്ത് എന്തായി, 70 മാർക്കായി. സോ ആ കുട്ടിക്ക് A+ കിട്ടും. ഓക്കെ, സോ ഗ്രേസ് മാർക്കിന് അർഹതപ്പെട്ട കുട്ടികൾ റീവാലുവേഷന് കൊടുക്കുന്ന സമയത്ത് ഉത്തര പേപ്പർ, അവൾ സ്വയം എഴുതിയ ഉത്തര പേപ്പറിലെ മാർക്കാണ് നോക്കുക. ഗ്രേസ് മാർക്ക് അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, ആ മാർക്ക് എന്തെങ്കിലും കൂട്ടാനുണ്ടെങ്കിൽ കൂട്ടിയിട്ട് ഈ ഗ്രേസ് മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് റിസൾട്ട് വരിക കേട്ടോ. ഓക്കെ, റെഡിയാണല്ലോ. സോ ഈ സംശയങ്ങളൊക്കെ പല കുട്ടികൾക്കും ഉള്ളതാണ്. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. കൂടുതൽ അപ്ഡേറ്റുകൾ, അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട A to Z അപ്ഡേറ്റുകളൊക്കെ വരുന്നുണ്ട്. ഒക്കെ നമ്മുടെ +1+2 എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ വഴിയായിരിക്കും. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വാട്സപ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ ആണല്ലോ ഹേ. സോ കമ്മ്യൂണിറ്റിയിലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.